അങ്ങനെയാണ് ഇങ്ങനെ ഇവിടെ വരെ എത്തിയത്. ഇത് പാമ്പൻ പാലമാണ്. അപ്പോൾ പാമ്പൻ പാലത്തെക്കുറിച്ച് ഇപ്പോൾ ആർക്കും അറിയാൻ പാടില്ലാത്തതായി എല്ലാവർക്കും അറിയാം. എങ്കിലും ആ ചരിത്രമൊന്നും പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. 1870 യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ ഇങ്ങനെ ഒരു പാലത്തെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങിയത്. ശരിക്കും ശ്രീലങ്കയായിട്ടുള്ള വ്യാപാര ബന്ധമായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ 1913 പണി തുടങ്ങിയുള്ളൂ. ഒരു വർഷത്തിന് 1914 ഫെബ്രുവരി ആയപ്പം അവർ പണി അവസാനിപ്പിക്കുകയും ചെയ്തു. അന്ന് മണ്ഡപത്തിൽ നിന്ന് ധനുഷ്കോടി വരെയായിരുന്നു പാലം. പണിത സമയത്ത് ഇന്ത്യയിലെ ആദ്യത്തെ കടൽപ്പാലമായിരുന്നു. മാത്രമല്ല ഏറ്റവും വലുതുമായിരുന്നു. 2 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. 2010 മുംബൈയിലെ ബാന്ദ്ര മുതൽ വരളി വരെയുള്ള പാലം പണിതോടുകൂടിയാണ് ഇതിൻ്റെ റെക്കോർഡ് പോയത്. 1964 ആയപ്പം ഇവിടെ വലിയൊരു ചുഴലിക്കാറ്റുണ്ടായി. ആ ചുഴലിക്കാറ്റിൽ ഈ പാമ്പൻ പാലം ഒലിച്ചുപോയി. അന്ന് പാലം പുനർനിർമ്മിച്ചത് നമ്മുടെ ഇപ്പോഴത്തെ സാക്ഷാൽ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഈ ശ്രീധരനാണ്. അദ്ദേഹം വെറും 46 ദിവസം കൊണ്ട് പാമ്പൻ പാലം പുനർനിർമ്മിച്ചു. പക്ഷെ അന്ന് പാമ്പൻ ജംഗ്ഷനിൽ നിന്ന് ധനുഷ്കോടിയിലേക്കുള്ള ഭാഗം വിട്ടുകളഞ്ഞു, പിന്നീട് നിർമ്മിച്ചില്ല. ഈ പാലത്തിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. അതറിയാലോ, ഈ പാലത്തിൻ്റെ മധ്യഭാഗം കപ്പലുകൾക്ക് പോകാനായി തുറന്നു കൊടുക്കുന്നതാണ്. അത് പക്ഷേ നിർമ്മിച്ചത് ഇന്ത്യക്കാരായിരുന്നില്ല. അത് ജർമ്മനിയിൽ നിന്നുള്ള ഒരു എഞ്ചിനീയറാണ് ആ സംവിധാനം ഒരുക്കിയത്. യഥാർത്ഥത്തിൽ ഇത് പണിയുമ്പോൾ ഇതൊരു മീറ്റർ ഗേജ് ആയിരുന്നു. പിന്നീട് 2007 ഇത് ബ്രോഡ് ഗേജ് ആക്കി മാറ്റിയത്. അതാകട്ടെ നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം നിർബന്ധിച്ചതുകൊണ്ടാണ് ഇത് ബ്രോഡ് ഗേജ് ആക്കി മാറ്റിയത്. പക്ഷേ ഇപ്പുറത്ത് കാണുന്ന വേറൊരു പാലമുണ്ട്. അത് റോഡ് പാലമാണ്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ആയിരുന്നു 1973 ഈ റോഡ് പാലത്തിന് തറക്കല്ലിട്ടത്. പിന്നീട് പാലം തുറക്കുന്നത് 1988. അങ്ങനെയാണ് റെയിൽ പാലവും ഈ റോഡ് പാലവും ഉണ്ടായത്.